ഹലോ ഹലോ എന്താടി നേരത്ത്? അമ്മ ഇതെവിടാ അമ്മ? ഞാനും അച്ഛനും കൂടെ മൂകാംബികയ്ക്ക് വന്നിരിക്കുവോ. എന്റെ അമ്മേ, എന്തടി? ഞാൻ ദേ ഇവിടെ വീട്ടിലുണ്ട്. നിന്നോടാരാ ഈ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് ഇപ്പൊ വരാൻ പറഞ്ഞേ? എന്റെ ഗതികേടിന് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാ. എന്നാ മോളെ 2 ദിവസം കൊണ്ട് ആ സർപ്രൈസും കൊണ്ട് അവിടെ ഇരുന്നു. അല്ല, ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്, ആ മാറ്റിനടിയിൽ താക്കോൽ ഇരിപ്പുണ്ട്, പോയി അകത്ത് പോയി വല്ലതും ഉണ്ടായി കഴിക്കാൻ നോക്ക്. ഓ, അതിനാണല്ലോ കുറ്റിയും പറിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി. മോൾ ഒറ്റയ്ക്കല്ലേ? മാമി അങ്ങോട്ട് ഇരുന്നോടി. അയ്യോ വേണ്ടായേ, അതിലും ഭേദം ഞാൻ ഒറ്റയ്ക്ക് വെക്കുന്നതാ. ശരി ശരി. നമുക്കെല്ലാവർക്കും ഒരു അഡീഷണൽ ലിങ്ക് ആവശ്യമാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിനോമോ ആണ്. ബിനോമോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്രോമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. അതുമാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിക്കുന്നു, അതും വിത്തൗട്ട് കമ്മീഷനിൽ. മാത്രമല്ല UPI, മാസ്റ്റർ കാർഡ് ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിക്കുന്നു. ബിനോമോയിൽ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആയ ഗ്ലോസറീസും വീഡിയോ ട്യൂട്ടോറിയലും ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് വളരെ ബിഗിനറായ ഒരാൾക്ക് പഠിച്ച് കോൺഫിഡൻ്റ് ആയതിനു ശേഷം ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ബിനോമോ നൽകുന്നുമുണ്ട്. ബിഗിനറായ ഒരാൾ ബിനോമോയിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ 10,000 USD ബോണസായിട്ട് നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ എമൗണ്ട് ഉപയോഗിച്ച് ട്രേഡിംഗ് ചെയ്യാവുന്നതാണ്. ബിനോമോയുടെ ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലൈൻ കാണാൻ സാധിക്കും. നമ്മൾ കുറച്ച് നേരം ഒബ്സർവ് ചെയ്തതിന് ശേഷം ഈ ലൈൻ മുകളിലേക്കാണോ താഴേക്കാണോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം. ഈ ലൈൻ മുകളിലേക്കാണെങ്കിൽ നമുക്ക് ഗ്രീനിൽ ഞെക്കാം, താഴേക്കാണെങ്കിൽ റെഡിൽ ഞെക്കാം. നമ്മളിതിൽ ഏറ്റവും ഫേമസ് ആയ 5 സെക്കൻഡ് ട്രേഡ് ആണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഗ്രാഫിനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഈ ഗ്രാഫ് മുകളിലേക്കാണ് പോകണമെന്നാണ്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓ വാവ്, നമുക്ക് നമ്മുടെ റിയൽ അക്കൗണ്ടും ഡെമോ അക്കൗണ്ടും വെച്ച് ട്രേഡ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് നമുക്ക് UPI വെച്ചോ നെറ്റ് ബാങ്കിങ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫ്യൂച്ചറായി ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ്സും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയും കമൻറ്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ബിനോമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോപ്പ് അതും പോയി. ആരില്ലല്ലോ അല്ലേ? ദൈവമേ, Wait, where's April? April! Push me to the car and find April! April! Come on! She won't let her leave the house. What do you mean? If we take her out, then she'll kill her. ഹലോ മാം, ഞാൻ സ്വിഗ്ഗിന്നായിരുന്നേ. ഇവിടെ ലൊക്കേഷനിലുണ്ട്. എടോ, താനത് പുറത്തേക്ക് വെച്ചേക്കാവോ? ഞാൻ എടുത്തോളാം. മാം, പിന്നെ പുറത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ പട്ടിയുണ്ട്. ഓക്കെ. എന്തുവാടി? അമ്മ, ഈ ഫ്ലാറ്റിൽ ബാക്കി എല്ലായിടത്തും കറണ്ട് ഉണ്ടല്ലോ, ഇവിടെ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത.
ഓ അത് രണ്ടും രണ്ട് ലൈനാ മോളെ. എന്തായാലും നല്ല ഫസ്റ്റ് കാര്യമായിപ്പോയി. ശരി എന്നാ. ആ ശരി ശരി. ചേട്ടാ. ആ ഓ താങ്ക് യു മാം. ഹലോ വർഷേ. പല നാളലിഞ്ഞു ചേർന്നൊരു പോലെ നീ. ഹലോ ഹലോ. എടാ നീ വല്ലതും കഴിച്ചായിരുന്നോ? എന്താ? നിനക്കിവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? ഇപ്പോഴോ? നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇല്ല കുഴപ്പമില്ല, ഞാൻ വരാം. ഹായ്. എടാ എടി ഞാനൊന്ന് കത്തിച്ചോട്ടെ? അത്യാവശ്യമാണോ? അല്ല, എനിക്കിപ്പോൾ ഇതിൻ്റെ പുക എത്ര പിടിക്കത്തില്ല, അതുകൊണ്ടാ. എന്നാ വേണ്ട, കുഴപ്പമില്ല. എടാ നീ ഇവിടെ എന്തെടുക്കുക? പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ ഡെലിവറി ടിപ്പ് പരിപാടി ഇതൊക്കെ തന്നെ. അതല്ല, പിന്നെ നിന്റെ പ്ലാൻ ഇതൊന്നും അല്ലായിരുന്നല്ലോ. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പഴയ കാമുകനെ കണ്ടതിൻ്റെ വേവലാതിയാണോ അതോ കൂടെ പഠിച്ചെടുത്ത രക്ഷപ്പെടാണ്ട് പോയതിൻ്റെ ടെൻഷനാണോ? ഒന്നുമല്ല, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്ന ഒരാൾ, മേലനങ്ങി പണിയെടുത്ത് യാതൊരു ശീലവും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വന്ന് നിന്നപ്പോൾ അത്ഭുതമൊന്നുമില്ല, ചെറിയൊരു ക്യൂരിയോസിറ്റി. എന്തിന്? അല്ല, ഇനി ഞാൻ കാരണമൊന്നും എല്ലാം പറഞ്ഞാലോ? എടി എനിക്ക് ജോലി ഇട്ടത് എങ്ങനെയാടി നീ കാരണമാവുന്നേ? എന്നാന്നറിയോ, എവിടെയോ എൻ്റെ ലൈഫിൻ്റെ ഒഴുക്കങ്ങ് പോയി. പിന്നെ ഈ വിശന്നിരിക്കുന്നവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് അത്ര മോശം പരിപാടിയൊന്നുമില്ലല്ലോ. പക്ഷെ നീ ഇങ്ങനെ എങ്ങനെ? എടി ഞാൻ ഓക്കെയാണ്. എടാ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം.
നിനക്ക് സിഗരറ്റിൻ്റെ പുക മാത്രമേ പ്രശ്നമുള്ളല്ലേ? ഇതിനൊന്നും കുഴപ്പമില്ലേ? ഡി എടാ ഞാൻ ഒരു പാട്ട് വെച്ചോട്ടെ? വർഷ, ഉം. നീ എന്തിനാണ് എന്നെ തിരിച്ചു വിളിച്ചേ? ഈ വഴിത്താരയിൽ നിറമായി പതിഞ്ഞിടുവാൻ വന്നവളെ എന്നരികെ. ഈ വഴിത്താരയിൽ നിറമായി പതിഞ്ഞിടുവാൻ വന്നവളെ എന്നരികെ. ആദിമാനൊരോർമ്മ പോലെ നീ നിറമാകെ എൻ്റെ നെഞ്ചിലാകെ പാറി വന്നു. അഴകേ അഴകേ പല നാളലിഞ്ഞു ചേർന്ന പോലെ നീ ഇതുവരെ കളഞ്ഞില്ലേ ഇത്? എങ്ങനെ കളയാനാ? നീ ആദ്യമായിട്ട് കമ്പോസ് ചെയ്തല്ലേ, അതും എനിക്ക് വേണ്ടിയിട്ട്. എന്തേ കളയാൻ തോന്നിയില്ല? ആദ്യമൊന്നും എനിക്കത്ര വണ്ടറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നീട് നമ്മൾ രണ്ടു വഴിക്കായി ഒറ്റയ്ക്കായി പോയെന്ന് തോന്നിയപ്പോൾ എപ്പോഴോ കൂട്ടിന് കൂടെ കൂടിയതാ ഇതുവരെ. നിനക്കപ്പോൾ ലോകം അറിയാത്ത പാട്ടുകാരൻ്റെ പാട്ടും കേട്ടിരിപ്പായിരുന്നല്ലോ അവിടെ പണി. ഏറെക്കുറെ. നീ ഫുഡ് എടുത്ത് കഴിക്ക്. ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ഇരിക്കണോ? നീ എന്തിനാണോ ചേട്ടാ എന്നെ വേണ്ടെന്ന് വെച്ചേ? ഉള്ളത് പറഞ്ഞാൽ എനിക്ക് നിന്നേക്കാളും ബെറ്റർ ആയിട്ട് ഒരാളെ കിട്ടുമെന്ന് തോന്നി, അതുകൊണ്ടാ. എന്നിട്ട് നിനക്ക് കിട്ടിയോ? ഓ, അല്ലാണ്ട് ഇന്റർകാസ്റ്റ് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ എൻ്റെ അമ്മ വന്ന് കരഞ്ഞ് കാല് പിടിച്ചോണ്ടല്ലേ? നാട്ടിൽ വെച്ച് നിന്റെ അമ്മ ഉണ്ടാക്കി ഞാനും കുറെ തിന്നതല്ലേ, അതുകൊണ്ട്. അപ്പൊ നീ എന്നെ പാടെ വിട്ടതല്ലേ? ചേട്ട പിന്നെ നീ എന്തിനാടാ എന്റെ നമ്പർ എപ്പോഴും സേവ് ചെയ്ത് വെച്ചേക്കുന്നേ? ആര്? പിന്നെ നീ നിന്റെ അച്ഛനാണോടാ വർഷേനെ വിളിക്കുന്നേ? എന്തോന്ന് ഷൂ, നീ ഒറ്റ ഒരുത്തൻ കാരണം ആ പരട്ടപ്പട്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നേ. അവിടെ കയറാൻ പാടില്ല, ഇവിടെ ഇറങ്ങാൻ പാടില്ല, അവന്റെ അമ്മൂമ്മയുടെ ഒരു കുണുവാവ. നിനക്കറിയോ അവനെ ഒഴിവാക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന്? അവസാനം എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ വേറെ എന്ന് വരെ ഞാൻ പറഞ്ഞു, എന്നിട്ടും അവൻ വിശ്വസിച്ചില്ല. പിന്നെ ഒരു ദിവസം അടിച്ച് കിണ്ടിയായി ഞാൻ അവന്റെ അപ്പനെ വിളിച്ച് തെറി പറഞ്ഞു. അപ്പ സെറ്റായി കാണുമല്ലേ? കോപ്പാണ്. ഇപ്പൊ അവന്റെ അപ്പനാ പ്രശ്നം. എന്തിന്? പുള്ളിയുടെ വൈബിനുള്ള ആളെ ഇപ്പോഴാ കിട്ടിയെന്ന്. അടിപൊളി. പക്ഷെ അവൻ ഒഴിവായിപ്പോയി. അപ്പൊ നീ ഹാപ്പി അല്ലേ? നീയാണോ പാർട്ട് ഓഫ് ചെയ്തേ? ചാർജ് തീർന്നായിരിക്കും. എന്നാ നമുക്കൊന്ന് പുറത്തു പോയാലോ? പോവാം, പക്ഷെ വെള്ളം അടിച്ചിട്ട് പോലീസ് പിടിക്കത്തില്ലേ? മേഹൂന എങ്കപ്പ റിച്ചടാ. ഹുനിയാ മതി, ഹുനിയാ മതി. ആദിമാനൊരോർമ്മ പോലെ നീ നിറമാകെ എൻ്റെ നെഞ്ചിലാകെ പാറി വന്നു. അഴകേ അഴകേ
വർഷേ വീട്ടിൽ അച്ഛനും അമ്മയില്ലായിരുന്നു? അവർ മൂവാറ്റൂരയിൽ തൊഴാൻ പോയി. ഓ അവർ മൂകാംബികയിൽ തൊഴാൻ പോയി. അപ്പം നീ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നല്ലേ? മോനെ അമീറെ, 2-3 വർഷമായിട്ട് ഒറ്റയ്ക്ക. നിനക്ക് എന്നാ അടിമോളെ വയ്യേ? ഐ ആം ഫൈൻ. നമുക്ക് പോയാലോ? ഓക്കെ. എടി എൻ്റെ ബാഗ് ഒന്ന് എടുത്തരൂ. അതവിടെ ഇരുന്നോട്ടെ. എന്തിന്? നിനക്കെന്തിനടി എൻ്റെ ബാഗ്? എനിക്ക് നല്ല പണിക്കാണല്ലോ, ഇങ്ങെടുത്താ. എന്നാ തരാം. പോട്ടെ. അതൊന്നെ തണ്ണിപ്പുറത്ത് പറയുന്നതല്ല. അങ്ങനെ നീ കരുതേ വേണ്ട. ഇല്ല, ഞാനേ ഇപ്പൊ സെൽഫ് എംപ്ലോയിഡാ. എൻ്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നേ. പിന്നെ ഞാനിപ്പോ കേറി പോടിയത്. ഓക്കെ ബൈ. ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാ. എൻ്റെ ഹാപ്പിനെസ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് എനിക്കിനി വിട്ടുകൊടുക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. പോരുന്നോ എൻ്റെ കൂടെ? കേറി പോടിയത്. ബൈ. അതെ, ഇനി ഒറ്റയ്ക്കിരിക്കുമ്പോ എന്നെ വിളിച്ചാ മതി. എന്നാ ഞാനും വ്യത്യസ്തയായി. എങ്ങോട്ട് പോണ വഴിക്ക്